ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും വിജയ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സമയമൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. എവിടെ പോകുന്നത് മക്കളെ? കൊടൈക്കനാൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഫാമിലിയും അഖിലിൻ്റെ ഫാമിലിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വരാം. എവിടെ പോകണ്ട? കേശു എവിടെ പോകണം? എവിടെ പോണ ചേച്ചി? എവിടെ പോണ? ടൂർ പോകണം. ടൂർ എവിടെയാണ് പോകണം? അറിഞ്ഞൂടെ? സെറ്റല്ലേ, പോവാം. അങ്ങനെ അപ്പോൾ ഇവിടെ നേരെ നമ്മൾ തെങ്കാശി പിടിച്ച് നമ്മുടെ സ്ഥിരം റൂട്ട് നേരെ തെങ്കാശി പിടിച്ച് നേരെ കൊടൈക്കനാലിലേക്ക്. അപ്പോൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകല്ലേ. കണ്ട് അപ്പോൾ പോയിട്ട് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ശരി, നമ്മൾ പോയിട്ട് ഓ കൊള്ളാമല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുളത്തൂപ്പുഴ എത്താറായിട്ടുണ്ട്. അപ്പോൾ കുളത്തൂപ്പുഴ എത്താറാകുന്ന ആ ഒരു സമയത്ത് അവിടെ തൊട്ടടുത്ത് ഏതൊരു അമ്പലത്തിലെ ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ആ കാണുന്നത് തമിഴ്നാട്ടിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാത്തിനും എമൗണ്ട് അങ്ങോട്ട് കുറവായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പെട്രോൾ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എടാ, നമ്മുടെ ഇവിടെ എത്ര രൂപ? 2 രൂപ വ്യത്യാസം ഉണ്ടാവില്ലേ? 2-3 രൂപ എന്തോ വ്യത്യാസമില്ല. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 104 രൂപയ്ക്കകത്ത് നമുക്ക് പെട്രോൾ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് പെട്രോൾ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചിട്ട് നേരെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ നേരെ കൊടൈക്കനാലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു പ്രത്യേക ഒരു വ്യൂ ആണ്. ഈ രാത്രി എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഒരു തെങ്കാശി ചെങ്കോട്ടയൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ ഇറങ്ങി ഇവിടെ നിന്നൊരു ചായയും കുടിച്ച് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാറുണ്ട്. എടാ, നമുക്കിനി എത്ര വെട്ടമൊന്നുമില്ലല്ലോ. അതെ, എടാ, നമുക്കിനി ഏകദേശം ഒരു 243 കിലോമീറ്റർ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ നേരെ ഒരു രാത്രി ഡ്രൈവ് അല്ലേ. എന്നാലും നൈറ്റ് ഡ്രൈവ് നമ്മൾ നോർമലി ഡ്രൈവാണ് കൂടുതലും പോയിട്ടുള്ളത്. തമിഴ്നാട് പിന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. നമുക്ക് നല്ല റോഡൊക്കെ തന്നെയാണ്, അടിപൊളിയായിട്ട് പോകാം. ഏകദേശം നമുക്കിനി ഒരു 6-6.5 മണിക്കൂറാണ് കാണിക്കുന്നത്. എന്നാലും നമ്മൾ പതുക്കെ റെസ്റ്റ് എടുത്ത് പതുക്കെ അങ്ങോട്ട് രാവിലെ എത്തുന്ന രീതിയിലേ പോകത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ എത്തിയാൽ മതി. രാവിലെ എത്തിയിട്ട് അവിടെ ചെന്ന് റൂമൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയാലും പാടായിരിക്കും. പിന്നെ അവിടെ ചെന്ന് നോക്കാം. അതെ. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ 3 ദിവസം അടുപ്പിച്ച് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി കൊടൈക്കനാലിലാണോ എന്നുള്ളത് അറിയത്തില്ല. പോകുമ്പോൾ നോക്കുമ്പോൾ മലയാളികളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ.
അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ തുടർന്ന് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ തെങ്കാശിക്ക് അടുത്തുള്ള പുളിയൻകുടി എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കിനി ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 195 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഏകദേശം ഒരു 5 മണിക്കൂറോളം, ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ എടുക്കും. അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഹയർ പിന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും 6 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി ഒതുക്കിയത്. വണ്ടി ഒതുക്കി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർ രണ്ടുപേരും കഴിക്കുന്നേ ഉള്ളൂ, പിള്ളേരൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി ഓൺ ദ വേ ടു കൊടൈക്കനാൽ. ഇതിനകത്തൊരു പഴയൊരു ജീപ്പ് കിടപ്പുണ്ട്. യൂസ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. എല്ലാം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ബാക്കിലാണ്. ഒരു 8 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ സിറ്റിയിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോകാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കുറേ റൂംസൊക്കെ നോക്കിയായിരുന്നു. റൂംസ് നോക്കിയ സമയത്ത് എല്ലാം അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറി പോയപ്പോൾ തന്നെ ഒരു ബഡ്ജറ്റ് റൂം എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഒരു സ്ഥലം കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറി ചോദിച്ച സമയത്ത് 1200 രൂപയ്ക്ക് 4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂം അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി വലിയ റേറ്റ് ആവുന്നില്ല. നമുക്ക് 2 ദിവസത്തേക്ക് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 2400 രൂപയാണ് ആയിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും ലാഭമാണ്. നമ്മൾ ഇന്നലെ നോക്കിയ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2000 രൂപ. ഇന്നലെ വേറൊരു വിളിച്ചായിരുന്നു, അത് ഞാൻ തന്നെ പറഞ്ഞില്ലേ. അത് ഇന്നലെ രാത്രി നമ്മൾ നൈറ്റ് നമ്മൾ രാത്രി അവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. അതിന് 2000 രൂപ. നമ്മൾ കണക്ക് നോക്കിയപ്പോൾ 2 മണിക്ക് നമ്മൾ എത്തും. 10 മണിക്ക് പറ്റി 8 മണിക്കൂർ പോലും വരത്തില്ല. അപ്പോൾ അതിന് 2000 രൂപയാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അത് അവർക്ക് വേറെ ബുക്കിംഗ് ആയിപ്പോയി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കൊടൈക്കനാലിൽ ഇന്നും നാളെയും ഒക്കെ അവധി ആയതുകൊണ്ട്, വിഷുവിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ അവധി നോക്കിയാണ് ഇറങ്ങിയത്. അവധിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അല്ല, അവർ ഇന്നലെ പറഞ്ഞ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 2000 രൂപ. ഇതിപ്പോൾ 2 ദിവസത്തേക്ക് 400 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്ത് 2400 രൂപ. 2400 രൂപ. അത് ഒരു റൂമിന് 2000. അതേപോലെ അവിടെ ചെന്നിട്ട് 2 റൂം എടുക്കും. അപ്പോൾ 4000 രൂപ. അപ്പോൾ നമുക്ക് ഇവിടെ റീസണബിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 8 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കണം. അതിപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവമാണ്. നമുക്ക് എന്തായാലും പോയി വരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്ന് റൂം എടുത്തു. അപ്പോൾ റൂമിൻ്റെ താഴോട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വീടുകളൊന്നുമില്ല, റൂമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. നമ്മൾ രാവിലെ എണീറ്റ സമയത്ത് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിനക്കെങ്ങനെ തണുപ്പ് ഫീൽ ചെയ്താൽ? നമ്മൾ നോർമലായിട്ട് അവിടെ ഉള്ള നമ്മൾ രാത്രി വന്നപ്പോൾ അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് ഉറങ്ങി. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ഇനി അങ്ങോട്ട് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ റൂം വരുന്ന മേളിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നതാണ്. വീടൊന്നുമില്ല, അവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പമ്പ് ഹൗസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം എക്കോ ഫ്രണ്ട്ലി, അതായത് പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു 8 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാലാണ് നമ്മൾ പ്രോപ്പർ കൊടൈക്കനാലിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്നതൊക്കെ നമ്മളത് ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു ബിൽഡിങ്. നമ്മളിന്നലെ ഇതുവഴിയാണ് വന്നത്. നമ്മളിന്നലെ ഇവിടെ എത്തിയ സമയത്ത് ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ബഡ്ജറ്റ് റൂംസ് അവൈലബിൾ എന്നുണ്ട്, ബോർഡ് വെച്ചിട്ടേക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മളാണ് കയറിയത്. ഈ ഹോട്ടലിൻ്റെ പേര് മഹിമ എന്നാണ്, ഹോട്ടൽ മഹിമ. അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് റൂം നോക്കി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലം കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് വർത്തായിട്ട് തോന്നി. അതായത് 4 പേർക്ക് ടോട്ടൽ 2 ദിവസത്തേക്ക് 1200 രൂപ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഇട്ടിരുന്നത് അതിനും മുകളിലാണ് ഇട്ടിരുന്നത്. എന്തായാലും അതിനകത്ത് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് റൂമായിട്ട് തന്നെ നമുക്ക് കിട്ടി.
ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, റൂമിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. നല്ല തിരക്കാണ്. 3 ദിവസം അവധിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ടികൾ കയറി വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയാണ് നമ്മളിങ്ങോട്ട് കയറിയത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഒരു പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ ഫാമിലി ആയിട്ടല്ലേ വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ നൈറ്റ് വന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു. പക്ഷേ അത് കുറച്ച് ബെറ്റർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ റോഡാണ്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചവിട്ടിയൊക്കെ എന്തായാലും രാവിലെ വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിച്ച് ഇങ്ങോട്ട് മുകളിലോട്ട് കയറാൻ പറ്റി. ഇനി ഒരു 8 കിലോമീറ്റർ മാത്രമേ നമുക്ക് കൊടൈക്കനാലായിട്ട് പോകാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ ആ ഒരു റോഡിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇന്നലെ വന്ന സമയത്ത് 2 സ്ഥലത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്കിംഗ് സമയത്തെല്ലാം നമ്മൾ ഫാമിലി ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കൊടൈക്കനാലിൻ്റെ മെയിൻ എൻട്രി, അതായത് ചുരം കയറി തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവർ പാസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ് ഇവിടെ നിർബന്ധമാണ്. അത് ഈ ഇടയ്ക്ക് അവർ ഇതാക്കിയതാണ്. അതായത് നമ്മൾ ഈ തിരക്ക് കൂടുന്നതനുസരിച്ച് അവരൊരു ലിമിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പാസിന് നമ്മളെ വണ്ടി നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്താൽ മതി. നമ്മൾ എത്ര പേരാണ് പോകുന്നത്, നമ്മൾ എവിടെയാണ് പോകുന്നത്, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പാസിൽ കൊടുത്താൽ മതിയാവും. ഇവിടെ നിന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡും പിന്നെ താഴോട്ടൊക്കെയാണ്, പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ആ മുകളിൽ ആ ഒരു റൂമും കാണിച്ചായിരുന്നു. അവിടെ ആണെങ്കിൽ ഒരു സിംഗിൾ ബെഡ്, പിന്നെ ഒരു സോഫ, പിന്നെ ഒരു ഡബിൾ ബെഡായിരുന്നു. പിന്നെ നമ്മൾ അതെടുത്തില്ല. നമ്മൾ താഴെയുള്ള ഒരു റൂമാണ് എടുത്തത്. അവിടെ ഡബിൾ ബെഡ് 2 ഡബിൾ ബെഡാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ കുളിച്ച് റെഡിയായി നേരെ കൊടൈക്കനാലിലോട്ട് സിറ്റിയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.